ഹായ് ഓൾ. വിദേശ പഠനത്തിനായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും എപ്പോഴുമുള്ള ഒരു കൺഫ്യൂഷനാണ് സോഴ്സ് ഓഫ് ഇൻകം. അതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്നുള്ളതെല്ലാം. അപ്പോൾ അതിനെപ്പറ്റി പല കൺഫ്യൂഷൻസും അവർക്കുണ്ടാവാറുണ്ട്. അതിന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് MWT എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ജനറൽ മാനേജറായ തോമസ് റിയൻ സാർ നമ്മളോടൊപ്പം ഉള്ളത്. സാർ, മാതാപിതാക്കളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിന് നമുക്ക് എങ്ങനെയാണ് ഒരു ലളിതമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? സോഴ്സ് ഓഫ് ഇൻകം നമ്മൾക്ക് കുട്ടികൾക്ക് വിദേശ പഠനത്തിന് പോകുന്ന സമയത്ത് നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം കോളേജ് ഫീസ് ആയിക്കോട്ടെ, ലിവിങ് കോസ്റ്റ് ആയിക്കോട്ടെ, ടിക്കറ്റ്, വിസ, ഇതിനെല്ലാം സോഴ്സ് ഓഫ് ഇൻകം വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സോഴ്സ് ഓഫ് ഇൻകം ഉദ്ദേശിക്കുന്നത് പേരൻസിന് എങ്ങനെയാണ് ഈ എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. അവരുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടിയതാണോ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോപ്പർട്ടി വിട്ടിട്ട് കിട്ടിയതാണോ? ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി ദേഴ്സ്. മനസ്സിലായി? ഓക്കെ. സാധാരണ എന്നോട് വന്ന് പറയുമ്പം എല്ലാ പിള്ളേരുടെ പേരൻസ് വന്ന് പറയാൻ, ഞങ്ങളുടെ കയ്യിൽ ഫണ്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ ഫണ്ടുണ്ട് എന്ന് പറയാം. പക്ഷെ ചോദിച്ച് വന്ന് അവസാനം വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കുറേ ഫണ്ട് എടുത്ത് അക്കൗണ്ടിലേക്ക് ഇടും, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ലോൺ എടുത്തിട്ട് ഇടാറുണ്ട്. സോ ഇതെല്ലാം ഫണ്ട്, അവരുടെ കയ്യിൽ ഫണ്ടുണ്ട്, പക്ഷേ ഈ ഫണ്ടിന് സോഴ്സ് എങ്ങനെയെന്നുള്ളതാണ് വിഷയം. ഓക്കെ. സോ ഇതിനകത്ത് വ്യക്തമായിട്ട് പിള്ളേർക്ക് വേണ്ടത്, അല്ലെങ്കിൽ പേരൻസിന് വേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഒന്ന് ലാൻഡ്, അവരുടെ സ്വന്തം ലാൻഡ് ആയിരിക്കും വിൽക്കേണ്ടത്. ആ ഫണ്ട് ആവാം, എഡ്യൂക്കേഷൻ ലോൺ ആകാം, ഓക്കെ, പിന്നെ അവരുടെ കയ്യിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകാം. പക്ഷെ ഇതെല്ലാം ഇവരുടെ അധ്വാനിച്ചുണ്ടാക്കിയ ഫണ്ടായിരിക്കണം. ഓക്കെ. നമ്മൾ ഇവിടുന്ന് ഒരു കടം വാങ്ങിച്ച് വെക്കില്ല. അതൊരു പോയിന്റ്. 2, എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോഴും അതിനും നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ എഡ്യൂക്കേഷൻ ലോൺ സ്വരൂപിച്ചത്? നമുക്ക് ലാൻഡ് കൊലാട്രലായിട്ട് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ലാൻഡ് കൊലാട്രലായിട്ട് വെച്ചിട്ട് നമുക്ക് ലോൺ എടുത്ത് എഡ്യൂക്കേഷൻ ലോണിൻ്റെ പർപ്പസ് ആണെന്ന് പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യും? കാർഷിക ലോണിൽ പോയി ഫണ്ട് സ്വരൂപിക്കും. അങ്ങനെയും ചെയ്യും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണല്ലോ. അപ്പം ഒരു 10-35 ലക്ഷം രൂപ കാർഷിക ലോൺ കിട്ടിയെന്ന് വെച്ച് അത് കൊണ്ടുവന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട്, അപ്പം നോക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് നമ്മളോട് പറയും. പക്ഷെ നമ്മൾ ഇത് അന്വേഷിച്ച് ചെല്ലുമ്പം, അല്ലെങ്കിൽ കോളേജുകാർ കൂടുതൽ ഇൻഫർമേഷൻ ചോദിച്ചു എങ്ങനെയാണ് ഈ ഫണ്ടിൻ്റെ സോഴ്സ് എന്ന് ചോദിക്കുമ്പം കണക്ട് ചെയ്ത് ബാങ്കിലേക്ക് ചെല്ലുമ്പം ബാങ്കിൽ നിന്ന് കിട്ടിയേക്കുന്ന ഈ ഫണ്ട് കാർഷിക ലോണിലാണ്. ആ ലോൺ നമുക്ക് എഡ്യൂക്കേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ശരി. പോയിന്റ് മനസ്സിലായോ? സോ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പം ശരിക്കും പേരൻസും ഞങ്ങളുടെ ടീമുമായിട്ട് ഇരുന്ന് വ്യക്തമായിട്ട് ഇവരുടെ ഫണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഫൈനലൈസ് ചെയ്യാനായിട്ട്. സോ ജസ്റ്റ് ഡോണ്ട് തിങ്ക് ദാറ്റ് എൻ്റെ കയ്യിൽ ഫണ്ടുണ്ട്, ആ ഫണ്ട് വെച്ചിട്ട് മകനെ വിടാം അല്ലെ മകളെ വിടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വിസ റിജക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം ചിന്തിക്കുന്നത്. സോ ദിസ് ഇസ് വൺ പോയിന്റ് വിച്ച് വി ഷുഡ് റിയലി ടേക്ക് കെയർ ഓഫ്. ഈ ഒരു ആൻസർ ക്ലിയർ ആണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, വളരെ ലളിതമായി തന്നെ സാറ് ഇതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കീപ് വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.